പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 36 കാസർഗോഡ് നിന്നും ഒരു വാർത്ത വരുന്നു. കാസർഗോഡ് പ്രസവത്തെ തുടർന്ന് യുവതിയും നവജാത ശിശുവും മരിച്ചതിൽ പത്മ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ഗർഭിണിയായതു മുതൽ ചേറ്റുകുണ്ട് സ്വദേശി ദീപ പത്മ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചികിത്സയ്ക്കിടെ ആരോഗ്യനില വഷളായതോടെ യുവതിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ പ്രസവത്തിലെ അപകട സാധ്യത ഡോക്ടർ പറഞ്ഞില്ലെന്നും കുട്ടി മരിച്ച വിവരം അധികൃതർ മറച്ചുവെച്ചുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ യുവതിയുടെ കുടുംബം പരാതി നൽകി. മറ്റാരോഗ്യ പ്രശ്നങ്ങളാണ് യുവതിയുടെ മരണകാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. 3-ാം തീയതി 11:30 മണിക്കാണ് ചെക്കപ്പിൻ്റെ ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ 11:30 മണിക്കാകുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവർ പറഞ്ഞു യൂട്രസ് ഓപ്പണാന്ന് പറഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവർ കോൾ ചെയ്തു, ലേബർ റൂമിലേക്ക് ഏച്ചീനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് നമ്മൾ പോയി. അർജൻറ്റായിട്ട് നമ്മൾ അങ്ങോട്ട് പോയതിനു ശേഷം ഞാൻ എത്തിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും. ഒരു 6:30 ആകുമ്പോഴേക്കും 6:30-7 മണിയാകുമ്പോഴേക്കും ഡോക്ടേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റണ്ണിങ് ആയിരുന്നു. ഞാനൊരു 7 മണിയാകുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന്, രേഷ്മ ഡോക്ടർ ഹസ്ബൻഡ് താരാന്ന ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അർജൻറ്റായിട്ട് കൊണ്ടുപോകണം, ബ്ലഡ് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തിനാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ട് പരിയാരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴേക്ക് ഏച്ചിൻ്റെ വയറൊന്നും പ്രഗ്നൻ്റ് ആയിരുന്ന ഏച്ചിയുടെ വയറൊന്നും കാണാനില്ലായിരുന്നു. അന്നേരം നമ്മൾ ചോദിച്ചായിരുന്നു, അപ്പോൾ അന്നേരം അവരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പരിയാരം എത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ആംബുലൻസ് ഡ്രൈവർ എന്നോട് പറഞ്ഞായിരുന്നു കുട്ടി മരിച്ചു. ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കുട്ടി മരിച്ചു. അന്നേരം നമ്മളോടൊന്നും പറഞ്ഞില്ല. 35-40 മിനിറ്റ് കൊണ്ട് നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിലെത്തി. ആംബുലൻസിൽ നിന്ന് എടുക്കുമ്പോൾ ചേച്ചിക്ക് ബോധമുണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എന്നെ നോക്കി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അകത്ത് ചെന്ന ശേഷം ഇവർ പറഞ്ഞു ബ്ലഡിൻ്റെ ആവശ്യമുണ്ട്. ഓ നെഗറ്റീവ് റെയർ ഗ്രൂപ്പ് ബ്ലഡായിരുന്നു. തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റലിലേക്ക് എന്നെ ബ്ലഡ് ഇവിടെ ഇല്ല എന്നും പറഞ്ഞിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഓൾറെഡി ബ്ലഡ് ആവശ്യത്തിന് ബ്ലഡ് അവിടെ ഉണ്ടായിരുന്നു. ഇവർ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ബ്ലഡ് പറഞ്ഞായിരുന്നു. അന്നേരം ബ്ലഡിന് ആവശ്യമില്ല ആൾക്കാരൊക്കെ നമ്മൾ വേറെയും വിളിച്ചിട്ട് അവിടെ സ്റ്റാൻഡ് ബൈ വെച്ചായിരുന്നു. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഇവർ എന്നിട്ട് പറഞ്ഞു ബ്ലീഡിങ് നിൽക്കുന്നില്ല, നമുക്ക് യൂട്രസ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ മാമനും വലിയച്ഛനും മനേട്ടനൊക്കെ അവിടെ എത്തി. സിഗ്നേച്ചറൊക്കെ ഇട്ട് യൂട്രസ് എടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ യൂട്രസ് എടുത്തതിന് ശേഷം ഇവർ പറഞ്ഞു ഇപ്പോൾ ഓക്കെയാണ്, ബ്ലീഡിങ് ഒക്കെ നിന്നു, കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. എംനോട്ടിക് ഫ്ലോയിഡ് എംബോളിസം എന്ന് പറഞ്ഞ ഒരു ഇതാണ് ഉണ്ടായത്. അതായത് കൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഇവർ പറഞ്ഞു ഓക്കെ ഇപ്പോൾ അവർ സ്റ്റേബിളാണെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ പൾസ് റേറ്റും ഇതൊന്നും സ്റ്റേബിളായിട്ട് വരുന്നില്ല, കണ്ടീഷൻ വളരെ മോശം, വീണ്ടും മോശമായി എന്ന് പറഞ്ഞു. അങ്ങനെ ICUവിൽ നിന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് CPR കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഇവർ കാസർഗോഡാണ് സംഭവം. പത്മ ആശുപത്രിക്കെതിരെയാണ് ആരോപണം. നമുക്കിപ്പം അർച്ചനയുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, നിർഭാഗ്യകരമായ കാര്യം, ഈ കുഞ്ഞും അമ്മയും മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന് കുടുംബം പറയാനുള്ള പ്രധാന കാരണം എന്താണ്? ആശുപത്രി അധികൃതരുടെ പ്രതികരണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അരുൺ, തീർച്ചയായും ഇവർ പറയുന്നത് തന്നെ ഒരു ചികിത്സാ പിഴവെന്ന ആരോപണമാണ് ഈ ഒരു ഡോക്ടർക്കെതിരെ, പത്മ ആശുപത്രിയിലെ ഡോക്ടർ രേഷ്മയ്ക്കെതിരെ ഇവർ ഉന്നയിക്കുന്നത്. അതായത് ഇവർ കൃത്യമായി, അതായത് ഏകദേശം 36 വയസ്സോളം പ്രായമുണ്ട് ആ സ്ത്രീക്ക്, അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ചികിത്സാ സംവിധാനങ്ങൾ ഇവർ പറഞ്ഞിട്ടില്ല എന്നവർ വ്യക്തമായി തന്നെ പറയുന്നു. കഴിഞ്ഞ ഈ ഒരു മാസം 3-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പത്മ ആശുപത്രിയിലേക്ക് ആ ദിവസം തന്നെ പത്മ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയായിരുന്നു. തുടർന്ന് 6 മണിയോടെ ലേബർ റൂമിലേക്ക് കയറ്റുന്നു. ലേബർ റൂമിലേക്ക് കയറ്റിയ ശേഷമാണ് ആരോഗ്യസ്ഥിതി വഷളായ കാര്യം ഡോക്ടർ പറയുന്നത്. അതുവരെ യാതൊരു ആരോഗ്യസ്ഥിതി വഷളായ ഒരു കേസും ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളായി എന്ന കാര്യം ഡോക്ടർമാർ പറയുന്നു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്തടക്കം പ്രസവിച്ചിരുന്നു. ആ സ്ത്രീ ദീപ എന്ന് പറയുന്ന സ്ത്രീ പ്രസവിച്ചിരുന്നു. പക്ഷെങ്കിൽ ആ പ്രസവിച്ച കാര്യം ആ ഡോക്ടർമാർ മറച്ചു വെച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. അതായത് ഈ ഒരു പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി ആംബുലൻസ് ഡ്രൈവറാണ് ഇത്തരത്തിൽ പ്രസവിച്ച കാര്യം അവരോട് പറയുന്നത് എന്നാണ്
പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പരിയാരം ആശുപത്രിയിൽ എത്തുന്നു. ആശുപത്രിയിൽ എത്തിയിട്ടും ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വിവരം ഇവർക്ക് ലഭിക്കുന്നു. അതായത് അവർ ചോദിക്കുന്നു, ഇവർ പത്മ ആശുപത്രിയിലെ ഡോക്ടർമാരോട് ഇവർ കൃത്യമായി തന്നെ ചോദിക്കുന്നു എന്താണ് പറ്റിയത്, എന്താണ് ആരോഗ്യസ്ഥിതി മോശമാകാനുള്ള കാരണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഇവർ കൃത്യമായി തന്നെ ചോദിക്കുന്നു. പക്ഷെ ആ ആശുപത്രിയിലെ പല ഡോക്ടർമാർ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരാൾ പറയുന്നു അപസ്മാരം സംഭവിച്ചു, മറ്റൊരാൾ പറയുന്നു പ്രഷർ കൂടി തുടങ്ങിയുള്ള കേസുകൾ മാത്രമാണ് ഇവർ പറഞ്ഞത്. കൃത്യമായ ഒരു വിവരം ഇവർക്ക് ലഭിക്കുന്നില്ല. തുടർന്ന് ഇവർ ഈ ഒരു ദീപയും കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതരും ചോദിച്ചു എന്താണ് വിഷയം, എന്തുകൊണ്ടാണ് ആരോഗ്യസ്ഥിതി മോശമായ കാര്യം. പരിയാരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതർ കൃത്യമായി തന്നെ ചോദിച്ചു. അപ്പോഴും ഇവർക്ക് പറയാനൊന്നും ഉണ്ടായില്ല. കാരണം ഈ ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്ടറോ അല്ലെങ്കിൽ രോഗിയുടെ കുടുംബത്തോടോ ബന്ധുക്കളോടോ ആശുപത്രി ഈ കാര്യത്തെക്കുറിച്ച് ആശുപത്രി അധികൃതർ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ആ കുടുംബത്തിന്റെ സംശയത്തിനും കാരണം. എന്നാലും അന്വേഷണം നടക്കട്ടെ, ആശുപത്രി അധികൃതർ ആ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ.